ശ്രീകുമാർ, ദേശീയ രാഷ്ട്രീയത്തിൽ നിജേഷ് പ്രകടമാക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത് എന്ന് സംബന്ധിച്ച് ചർച്ചകൾ പല രീതിയിലും നടക്കുന്നു. ആ പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ആ ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ദേശീയ രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നതെന്നോ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വമോ എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ടോ? ദേശീയ രാഷ്ട്രീയത്തിൽ ആ ഒരു പ്രതീക്ഷ അർപ്പിച്ചു പോകുന്ന അവസ്ഥയിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടോ ഈ അവസരത്തിൽ? ശ്രീമതി അപർണ, കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമല്ലെങ്കിൽ എന്തിനാണ് BJP ഇത്രയധികം വെപ്രാളപ്പെടുന്നത്? എന്തിനാണ് നരേന്ദ്രമോദി ലോക്സഭയുടെ അവസാന ദിവസത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്? കോൺഗ്രസ് ഒരിടത്തും പ്രസക്തമല്ല എന്ന് BJP പറയുകയും എന്നാൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ശക്തമായ പ്രതിപക്ഷം കോൺഗ്രസ് ആണെന്ന്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവിനാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ ശ്രീമതി അപർണ, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു MP അല്ല. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ച് ജയിച്ചു എന്നുള്ള സത്യം. അദ്ദേഹം ദേശീയ തലത്തിൽ BJPയുടെ മുഖ്യ രാഷ്ട്രീയ ശത്രുനിരയിലുള്ള ഏറ്റവും പ്രധാനിയാണ്. രാഹുൽ ഗാന്ധിയെ എവിടൊക്കെ തോൽപ്പിക്കാമോ അവിടെയെല്ലാം തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമെന്നല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ ഒരു നേതാവ് ദേശീയ തലത്തിൽ എവിടെ മത്സരിക്കുന്നു എന്നുള്ളതല്ല വിഷയം, മത്സരിച്ച് ജയിക്കുന്നു എന്നുള്ളതല്ല വിഷയം, മത്സരിച്ച് തോൽക്കുമോ എന്നുള്ള ഭയമല്ല വിഷയം. രാഹുൽ ഗാന്ധി നടക്കുന്ന BJPയുടെ ആശയത്തിനെതിരായ പോരാട്ടമാണ് പ്രശ്നം. അതുകൊണ്ടല്ലേ ഇന്ത്യ മുന്നണി സമാജ്വാദി പാർട്ടി UPയിലെ പെട്ടെന്ന് സഖ്യമുണ്ടാക്കിയത്? അവിടെ നിങ്ങൾ അറിഞ്ഞല്ലോ, അവിടെ കുറച്ച് MLA സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പോയി. നിങ്ങൾ കോൺഗ്രസ് MLA MP പോയി എന്ന് പറയുന്നു. ശരി, എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പോയി? BJPയുടെ ഭീരുത്വമാണത്. കാരണം BJP ഇപ്പോൾ അധികാരത്തിലുള്ള കക്ഷി എപ്പോഴും അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലത്തും ഉണ്ടായിരുന്നു. നരസിംഹറാവു ഭരിച്ചപ്പോഴത് കൂടുതലായിട്ടുണ്ടല്ല. ഇതിനകത്തൊരു ശ്രീ N ശ്രീകുമാർ, ഇത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികളിൽ നിന്ന് റാലികളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചിത്രത്തിൽ തന്നെ ഇല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തന്നെ ഇല്ല, കേംബ്രിഡ്ജിൽ അദ്ദേഹം പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ സമയത്താണ് ഹിമാചലിലടക്കം വിഷയമുണ്ടാകുന്നത്. കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര നടത്തുന്നു, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ രീതിയിൽ നിൽക്കുന്നു, ഇന്ത്യ മുന്നണി ഏത് തരത്തിൽ പോകുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഉത്തരം പറയാൻ ആരുണ്ട് ഇവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ കേരളത്തിലും ചിലപ്പോൾ പ്രതിഫലിക്കുന്നുണ്ടാകാം. അവിടെ നിന്ന് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ടായ ശേഷമാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും ഒക്കെ വരുന്നത് എന്നൊരു രീതിയിൽ വരുമ്പോൾ ആ എഡ്ജ് നഷ്ടപ്പെടും, ഒരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വിചാരിക്കുന്നതാണ് തെറ്റ്. അദ്ദേഹം കോൺഗ്രസിലൊരു വെറും പ്രവർത്തകൻ മാത്രമാണെന്നേ. AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയാണ്, വർക്കിംഗ് കമ്മിറ്റിയുണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്ന പഴയ സങ്കല്പത്തിൽ തന്നെ നിൽക്കുകയാണോ? ഗാന്ധി ഫാമിലി കോൺഗ്രസിനെ എന്താ പറയാ കുടുംബസ്വത്താക്കിയെന്ന് ആരോപിക്കുന്ന ഒരു വിഭാഗം അതൊക്കെ പറഞ്ഞു മറന്നോ നിങ്ങള്? രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോട് BJP പറഞ്ഞു രാഹുൽ ഗാന്ധി യാത്ര നടത്താൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രവർത്തകൻ മാത്രം, ഇത് AICC പരിപാടിയാ. അതുപോലെ രണ്ടാമത്തെ ന്യായ് യാത്ര അത് AICC പരിപാടിയാ, രാഹുൽ ഗാന്ധിയുടെ യാത്രയല്ല. രാഹുൽ ഗാന്ധി ആ യാത്ര നയിക്കാൻ കാരണം അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പമുള്ള നേതാവായതുകൊണ്ടും അദ്ദേഹത്തെ അതിന്റെ ക്യാപ്റ്റനായിട്ട് പാർട്ടി നിയോഗിച്ചുകൊണ്ടുമാണ്. അദ്ദേഹം അവധിയെടുത്തിട്ട് വയനാട്ടിൽ ആ മൃഗങ്ങൾ ആക്രമിച്ച സമയത്ത് അദ്ദേഹം വന്നില്ലേ? അദ്ദേഹം അതും വന്നു. അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനം വൈകി പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എവിടെയാ വൈകിയത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടില്ല. കാരണം കോൺഗ്രസിന് ഒരു സിസ്റ്റമുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ പരിഹസിക്കാറുണ്ട് പലപ്പോഴും എതിരാളികള്. എന്താണ് സംവിധാനം? എന്താണ്? ഇലക്ഷൻ പ്രാദേശിക തലം തൊട്ട് നേതാക്കളുടെ അഭിപ്രായം ചോദിക്കും. അത് പല തലങ്ങളിലായിരിക്കുമെന്ന് മാത്രം. അതിന്റെ ഒരു തീരുമാനം സാധാരണ KPCCയുടെ ഒരു കമ്മിറ്റി, ബന്ധപ്പെട്ട കമ്മിറ്റി എടുത്ത് AICC അറിയിക്കും. AICC വീണ്ടും ഒരു ചർച്ച നടത്തും. അതിലൊരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ കോർ കമ്മിറ്റി ഇല്ല, പകരം വർക്കിംഗ് കമ്മിറ്റിയാണ്. ആ വർക്കിംഗ് കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുത്ത് പ്രവർത്തകരെ അറിയിക്കും. ഇതാണ് പാർട്ടിയുടെ സംവിധാനം. അതിൽ രാഹുൽ ഗാന്ധി വേണമെന്നില്ല. വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ മാത്രമാണ് രാഹുൽ ഗാന്ധി.
AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും മറ്റു വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരും ഉണ്ട്. ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അത് രാഹുൽ ഗാന്ധി അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം. അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വയനാട്ടിലേക്ക് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വയനാട്ട് MP ആക്കുന്നു. നിങ്ങൾ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ കേരളത്തിൽ മാത്രം എടുത്തു ചോദിക്കുന്നു. ഇടത് മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു എഡ്ജ് അവര് മുതലാക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം വ്യക്തമായിട്ട് എത്ര നിഷേധിച്ചാലും ചില മണ്ഡലങ്ങളിലുള്ള ആശയക്കുഴപ്പം പ്രസ്താവനകളായി, നേതാക്കളുടെ പ്രസ്താവനകളായി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക? അതിനുശേഷം പ്രചാരണത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് എത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. ഒരു 4-5 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്ന് കണ്ണടച്ചു പറയാൻ കഴിയുമോ താങ്കൾക്കും? രണ്ട് കാര്യം പറയാം. ഒന്ന്, LDFന് ഒരു അജണ്ടയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ CPMന്റെയും CPIയുടെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാലും അവരുടെ പാർട്ടി അവരെത്ര കരുത്തരായാലും അവരുടെ മുന്നണി ഏതാ? LDF. നമ്മൾ പണ്ട് മലയാളികളുടെ ഒരു ഭാഷയുണ്ട്, നാളികേരെ എത്ര അരച്ചാലും താളല്ലേ കറിയുന്നത്. അതാണ് ഇവിടുത്തെ കാര്യം. അവർ ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോട്ടെ, മുന്നണി ഏതാ, സർക്കാർ ഏതാ? LDF. ആ LDFന്റെ നയങ്ങളല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ നിങ്ങൾ കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. 2019 കരുത്തരായിരുന്നില്ലേ? 2019 വടകരയിൽ മത്സരിച്ച ജയരാജൻ കരുത്തനല്ലേ? എറണാകുളത്ത് മത്സരിച്ച രാജീവ് കരുത്തനല്ലേ? അന്ന് കരുത്തനല്ലാതിരുന്ന ഒരു ആരിഫല്ലേ ആലപ്പുഴയിൽ ജയിച്ച കനൽത്തിരി എന്ന് CPI പറയുന്നത്? ശരി. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏത് മണ്ഡലത്തിലാണ് അപർണ പറഞ്ഞത്? കണ്ണൂരിലത്തെ സിറ്റിംഗ് MP സുധാകരൻ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മത്സരിക്കില്ല. അതുപോലെ ആലപ്പുഴയിൽ തോറ്റു, അവരുടെ സ്ഥാനാർത്ഥി വേണം. ഈ 2 മണ്ഡലങ്ങളിൽ വയനാട് ദേശീയ നേതൃത്വ ശ്രദ്ധയാകർഷിച്ച ഒരു മണ്ഡലമായതുകൊണ്ട് ആ 3 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 3 മണ്ഡലങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഈ പാർട്ടി തന്നെയാണ്. അപ്പോൾ അവിടെ സുധാകരന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്ന എന്താണ്? അദ്ദേഹം ആദ്യമേ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷെ പാർട്ടി പറയാണ് മത്സരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ആലപ്പുഴയിലെ, അതുപോലെ തന്നെ വയനാട്ടിലും സാമൂഹ്യ സമവാക്യങ്ങൾ നോക്കും കോൺഗ്രസ്. CPM നോക്കിയല്ലോ. അവർ മലപ്പുറം മണ്ഡലത്തില് അവര് മതേതര വർഗീയ പാർട്ടി എന്നൊക്കെയാണല്ലോ ലീഗിനെ ആക്ഷേപിക്കുന്നത്. മതേതര പാർട്ടി എന്നാണല്ലോ CPM സ്വയം പറയുന്നത്. അവർ മലപ്പുറത്ത് നിർത്തിയ 2 സ്ഥാനാർത്ഥികളുടെ പേര് ഏത് സമുദായവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഇനി അതൊക്കെ പോട്ടെ, അരിവാൾ നക്ഷത്രം ഫ്രീ ആയിട്ട് എടുത്തുകൊടുത്തത് ആർക്കാണ്? ഒരു പിണറായിക്കെതിരെ വളരെ രൂക്ഷമായ അഭിപ്രായം പറഞ്ഞൊരു KS ഹംസയ്ക്കല്ലേ? അപ്പൊ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ പാർട്ടിക്ക് അജണ്ട ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അവരുടെ അജണ്ട എന്താ ഈ തെരഞ്ഞെടുപ്പില്? എന്താ അജണ്ട? കോൺഗ്രസിനെ തോൽപ്പിക്കൽ മാത്രമാണെങ്കിൽ അത് പറയട്ടെ, അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ.